റസ്കിൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പൊതുജനത്തിലടക്കം ഒരുപാട് വാർത്തകൾ നൽകിയതാണ്. അധികൃതരോട് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്ന കാര്യങ്ങൾ ചോദിച്ചാണ് മലയാറ്റൂർ DFO ആയിട്ടുള്ള കാർത്തികിനോട് ഈ വിഷയം 24 തന്നെ മുൻകൈ എടുത്ത് സംസാരിക്കുകയും ചെയ്തതാണ്. ആ പ്രദേശം ഒരു വനത്തോട് ചേർന്ന് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ കോട്ടപ്പടി വടക്കും ഭാഗം എന്ന് പറയുന്നത്. അവിടെ വിച്ചാട് വർഗീസ് എന്ന് പറയുന്ന ഒരാളുടെ കുടിവെള്ള കിണറ്റിലാണ്, ഏകദേശം 12 അടിയോളം താഴ്ചയുള്ള കിണറ്റിലാണ് നിലവിൽ കാട്ടാനയെ കണ്ടെത്തിയിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ വടക്കും ഭാഗം മേഖലയിൽ കോട്ടപ്പടിയുടെ പല മേഖലകളിലുമായിട്ടുണ്ടാകുന്നുണ്ട്. ആ നാട്ടിലുള്ള പലരും വനം വകുപ്പിന് വീട് എഴുതി കൊടുത്ത് നാട് വിട്ടു പോകുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ആനകൾ അല്ലെങ്കിൽ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായിട്ട് വരുന്നതിന് ഒരു പരിഹാരം കാണുന്നതിന് വനം വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഫെൻസിങ് അടക്കമുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി. അത് പുതിയതായിട്ട് വയ്ക്കുന്നതിൻ്റെയും അതുപോലെ ഹാങ്ങിങ് ഫെൻസിങ് വയ്ക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു വർഷമായിട്ടും അവിടെ ഒരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ പകരം സംവിധാനമോ ഉണ്ടായിട്ടില്ല. 2 ആനത്താരകൾ ജനവാസ മേഖലയോട് ചേർന്നുണ്ട്. ആ ആനത്താരകളിലൂടെ ആന വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോ ഇല്ല. ജനവാസ മേഖലയോട് കിടക്കുന്ന പല ഫെൻസിങ്ങുകളും ചാർജ് ചെയ്യുന്ന അവസ്ഥയുമില്ല. ഇത് പുലർച്ചെയാണ് കാട്ടാന ഇന്ന് കിണറ്റിൽ വീണത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടിൽ പൂർണ്ണമായും പൊളിച്ചുകൊണ്ട് ഒരു കാട്ടാനക്കൂട്ടം പോകുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു കിണറ്റിൽ കാട്ടാന കുഞ്ഞ് വീണിട്ട് നാട്ടുകാരെല്ലാം ചേർന്ന് രക്ഷപ്പെടുത്തുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണം, ഇല്ലെങ്കിൽ കാട്ടാനെ കയറ്റാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാർ.